Okay, all of you listen me. Page number 201. Some important cities. Some important cities. Listen. Apart from Delhi, Mumbai, Kolkata, and Chennai, there are many other big cities in our country. Let us read about some of them. നമുക്കറിയാം അപ്പാർട്ട് ഫ്രം ഡൽഹി, നമ്മൾ ഡൽഹിനെ കുറിച്ച് പഠിച്ചു, മുംബൈ പഠിച്ചു, കൊൽക്കത്ത പഠിച്ചു, ചെന്നൈ പഠിച്ചു ഇല്ലേ അല്ലേ? previous class we learned about Chennai, then Mumbai, Delhi, Kolkata, etc. Apart from these cities, there are many other big cities in our country. ഈ 4 സിറ്റി കൂടാതെയും വേറെ ഒരുപാട് സിറ്റീസ് ഇന്ത്യയിലുണ്ട് അല്ലെ? നമ്മൾ പഠിച്ചത് എന്താ? മുംബൈ എന്താന്ന് പഠിച്ചു, കൊൽക്കത്ത എന്താന്ന് പഠിച്ചു, ഡൽഹി എന്താന്ന് പഠിച്ചു അല്ലെ, ചെന്നൈ എന്താന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇതിന്റെ ഒക്കെ സ്പെഷ്യാലിറ്റി നമ്മൾ പഠിച്ചു. ഈ 4 സിറ്റി കൂടാതെയും വേറെ വലിയ വലിയ സിറ്റികൾ എവിടെയുണ്ട്? ഇന്ത്യയില് ഉണ്ട്. അതേതൊക്കെയാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാം അല്ലെ? അല്ലെ, ഡൽഹി നമ്മൾ പറഞ്ഞല്ലേ, ഡൽഹിയിലെ പഴയ പേര് പറഞ്ഞു, അതിലെ ഒരുപാട് ടൂറിസ്റ്റ് സെന്റേഴ്സ് പറഞ്ഞു, അതുപോലെ മുംബൈ എന്താന്ന് പറഞ്ഞു, കൊൽക്കത്ത പറഞ്ഞു, ചെന്നൈ പറഞ്ഞു അല്ലെ, അവിടുത്തെ ഇമ്പോർട്ടന്റ് ഫുഡ് അല്ലെ, നല്ല ഫുഡ് എന്താ, അവിടുത്തെ പ്രശസ്തമായ ഫുഡ് എന്താ, അവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സ് എങ്ങനെയാണ്, ക്ലൈമറ്റ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. അപ്പൊ ഈ 4 സിറ്റീസ് കൂടാതെ ഇനിയും ഒരുപാട് ബിഗ് സിറ്റീസ് ഇന്ത്യയിലുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. എന്താ ജെവിനെ? പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 201, 201. ഓക്കെ, അതിലൊന്നാമത്തെ ചണ്ഡീഗർ. എന്താ വായിക്കാം? ചണ്ഡീഗർ. ഓക്കെ, Chandigarh is a union territory. It is also called the capital of Punjab and Haryana. Chandigarh is a well-planned, clean and modern city. It was planned by the French architect Le Corbusier. Le Corbusier. ഒന്നുകൂടെ പറയാം. ചണ്ഡീഗർ നമ്മൾ പറഞ്ഞു, നമ്മൾ ഓൾറെഡി മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി ഒക്കെ പഠിച്ചു. ഇതൊന്നും കൂടാതെ ഇനിയും ഒരുപാട് വലിയ വലിയ സിറ്റീസ് ഇന്ത്യയിലുണ്ട്. അതിലൊന്നാണ് ഇത് ചണ്ഡീഗർ. ചണ്ഡീഗർ is the another famous cities in India. അതിനു മുന്നേ ഒറ്റ മിനിറ്റ് മക്കളെ. ഇപ്പൊ ചണ്ഡീഗർ ഈസ് എ യൂണിയൻ ടെറിട്ടറി. ചണ്ഡീഗർ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറി ആണ്, സ്റ്റേറ്റ് അല്ല, യൂണിയൻ ടെറിട്ടറി ആണ്. ഇറ്റ് ഈസ് ഓൾസോ ദ ക്യാപിറ്റൽ ഓഫ് പഞ്ചാബ് ആൻഡ് ഹരിയാന. ഏതിന്റെ ക്യാപിറ്റലാ? പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ക്യാപിറ്റൽ ആണ് ഏത്? ചണ്ഡീഗർ. ചണ്ഡീഗർ ഈസ് വെൽ പ്ലാൻഡ് ആൻഡ് ക്ലീൻ ആൻഡ് മോഡേൺ സിറ്റി. നല്ല ക്ലീൻ ഉള്ള, വെൽ പ്ലാൻഡ്, നന്നായി പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു സിറ്റിയാണ് ഏത്? ചണ്ഡീഗർ. മാത്രല്ല, ഇറ്റ് വാസ് പ്ലാൻഡ് ബൈ, ഈ ചണ്ഡീഗറിന്റെ പ്ലാനിങ് നടത്തിയത് ആരാന്നറിയോ? ഫ്രഞ്ച് ആർക്കിടെക്റ്റ് ആയ ലെ കോർബസിയർ ആണ്. ലെ കോർബസിയർ ആണ് ഏതിന്റെ പ്ലാനിങ് നടത്തിയത്? ഏതിന്റെ പ്ലാനിങ് നടത്തിയത്? ചണ്ഡീഗറിന്റെ പ്ലാനിങ് നടത്തിയത്. അപ്പൊ ചണ്ഡീഗർ ഇസ് എ യൂണിയൻ ടെറിട്ടറി, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്. ചണ്ഡീഗർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് അല്ല, കേരള അല്ലെങ്കിൽ കർണാടക പോലുള്ള സ്റ്റേറ്റ് അല്ല ചണ്ഡീഗർ. ഇറ്റ് ഈസ് എ യൂണിയൻ ടെറിട്ടറി. In India, 29 states are there in India. ഇന്ത്യയില് 29 സംസ്ഥാനങ്ങൾ ഉണ്ട് അല്ലെ? അപ്പൊ അതുപോലെ 7 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് നമ്മൾ പറഞ്ഞാണ്. അതിൽ ഒരു യൂണിയൻ ടെറിട്ടറി ആണ് ഏത്? ചണ്ഡീഗർ. Chandigarh is a union territory, not a state. It is a well-planned. It is well-planned and it is a clean and modern city. This Chandigarh was planned by French architect. Chandigarh was planned by a French architect named Le Corbusier. Le Corbusier എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ട്, ഫ്രഞ്ച് ആർക്കിടെക്ട് ആണ് ഏത് പ്ലാൻ ചെയ്തത്? നമ്മുടെ ചണ്ഡീഗറിനെ പ്ലാൻ ചെയ്തത്. Next paragraph. The city is divided into sectors. Government buildings like the Legislative Assembly and the High Court are in Sector 1. Factories which cause pollution are built outside the country. പറയാണ് ഈ ചണ്ഡീഗറിനെ എന്തായി തരംതിരിച്ചിട്ടുണ്ട്? സെക്ടറുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചണ്ഡീഗർ ഡിവൈഡഡ് ഇൻടു സെക്ടേഴ്സ്. ചണ്ഡീഗർ ഡിവൈഡഡ് ഇൻടു സെക്ടേഴ്സ്. എന്താ മോനെ ഷാനെ പറഞ്ഞോ? പേജ് നമ്പർ ആണോ? പേജ് നമ്പർ 201. 201. ലെസൺ 8. സം ഇമ്പോർട്ടന്റ് സിറ്റീസ്. കിട്ടിയോ ഷോണെ? ഷോണല്ല, ഷാനെ കിട്ടിയോ മോനെ?
ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോൻ. അൺമ്യൂട്ട് ചെയ്യടാ. കിട്ടിയോ? പേജ് നമ്പർ 201 കിട്ടിയോ? യെസ്. ഓക്കെ. അതില് 3ാമത്തെ പാരഗ്രാഫ് ആണ് കേട്ടോ പറയുന്നത്. നോക്ക്. The city is divided into sectors. ചണ്ഡീഗർ എന്ന സിറ്റിനെ എന്തായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? സെക്ടേഴ്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്ടർ 1, 2, 3 എന്നിങ്ങനെ സെക്ടേഴ്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ചണ്ഡീഗർ is a big city. This city is the capital of Punjab and Haryana. Is well planned city. This city is planned by a French architect Le Corbusier. Clear? എന്താ അറിയൂ? മിസ്സേ മൈക്രോഫോൺ മിസ്സിന്റെ മൗത്തിന്റെ അടുത്ത് പിടിക്കോ? ചെറുങ്ങനെയാ കേക്കുന്നേ. പിടിക്കാലോ. അത് മൈക്രോഫോണിന്റെ അല്ല മോളെ, നമ്മുടെ ലാപ്പിന് എന്തോ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ നമ്മുടെ ചണ്ഡീഗർ ഡിവൈഡഡ് ഇൻടു സെക്ടേഴ്സ്. ചണ്ഡീഗഡിനെ എന്തായി തിരിച്ചിട്ടുണ്ട്? സെക്ടറുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഇനി ഗവൺമെന്റ് ബിൽഡിംഗ്സ് ലൈക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ഹൈക്കോർട്ട് ആർ ഇൻ സെക്ടർ 1. അപ്പൊ ഗവൺമെന്റ് സ്ഥാപനങ്ങളായ ഗവൺമെന്റിന്റെ കെട്ടിടങ്ങളായ ലെജിസ്ലേറ്റീവ് അസംബ്ലി അതുപോലെ ഹൈക്കോർട്ട് ഇതൊക്കെ എവിടെയാ? സെക്ടർ 1ലാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം Chandigarh is a big city. This city is divided into sectors. Then government buildings such as legislative assembly and high court are there in sector 1. Sector 1ാമത്തെ സെക്ടറിലാണ് ഇത് ഉള്ളത്. ഗവൺമെന്റ് ബിൽഡിംഗ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. Then factories which cause pollution are built outside the country. അതായത് കൺട്രിയുടെ പുറത്ത്, ഈ കൺട്രിയുടെ ഈ സിറ്റിയുടെ പുറത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫാക്ടറീസ്. ഫാക്ടറീസ് ആർ ലൊക്കേറ്റഡ് ദ ഔട്ട്സൈഡ് ഓഫ് ദ കൺട്രി, ഔട്ട്സൈഡ് ഓഫ് ദ സിറ്റി. കൺട്രി അല്ല, സിറ്റി. ഇപ്പൊ ഈ ചണ്ഡീഗർ സിറ്റിയുടെ പുറത്താണ് ഫാക്ടറികളെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഫാക്ടറി മീൻസ് അതിൽ നിന്ന് ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാവാറുണ്ട് അല്ലെ? സൗണ്ട് പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ദീസ് ആർ ഫ്രം ഫാക്ടറീസ്. സോ ഓൾ ഫാക്ടറീസ് ആർ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ സിറ്റി. ഇപ്പൊ പൊല്യൂഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഈ സിറ്റിയുടെ പുറത്ത്, സിറ്റിയുടെ അകത്തല്ല പുറത്താണ് ഇത് ഫാക്ടറീസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. In Chandigarh, there is a garden called the Rock Garden. Here, you will see colorful trees, houses, people, and animals made from waste materials. The whole garden was created by Nate Chand. The Rose Garden in Chandigarh is the biggest in India. It has more than 1,000 varieties of roses. This helps to keep the smoke and the dust away from the city. Chandigarh, with its trees, flowers, and Sukna Lake, is a beautiful city. എന്താ പറഞ്ഞേ? ചണ്ഡീഗഡിൽ ഒരു ഫേമസ് ഗാർഡൻ ഉണ്ട്. ആ ഗാർഡന്റെ പേരെന്താ? റോക്ക് ഗാർഡൻ. ചണ്ഡീഗഡിലെ ഫേമസ് ഗാർഡന്റെ പേരാണെന്ത്? റോക്ക് ഗാർഡൻ. Then here നമുക്കിവിടെ കാണാൻ പറ്റും എന്താ? കളർഫുൾ ട്രീസ്, ഹൗസസ്, പീപ്പിൾ, ആനിമൽസ് മെയ്ഡ് ഫ്രം വേസ്റ്റ് മെറ്റീരിയൽസ്. അപ്പൊ റോക്ക് ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? റോക്ക് ഗാർഡൻ ഈസ് ദ famous garden in Chandigarh. When we go there, we can see colorful trees, houses, animals, people, etc. are made with waste material. Waste സാധനങ്ങൾ, വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയ ട്രീസ്, അതുപോലെ ഹൗസ്, പീപ്പിൾ, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റോക്ക് ഗാർഡൻസിൽ കാണാൻ പറ്റും. മനസ്സിലായോ? റോക്ക് ഗാർഡനിൽ കാണാൻ പറ്റും. ഇനി the whole garden was created by Nate Chand. നമ്മുടെ റോക്ക് ഗാർഡനെ മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്ത ആരാണ്? ഉണ്ടാക്കിയത് ആരാണ്? ഉണ്ടാക്കിയ ആളുടെ പേരാണ് നേറ്റ് ചന്ദ്. ക്ലിയർ? നേറ്റ് ചന്ദ്. ക്ലിയർ? റോക്ക് ഗാർഡൻ which was completely made by Nate Chand. The rose garden in Chandigarh is the biggest in Asia. It has more than 1,000 varieties of roses. This helps to keep the smoke and dust away from the city. Chandigarh, with its trees,
flowers and Sukna Lake is a beautiful city. നമ്മൾ ചണ്ഡീഗറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നുകൂടി ഓർമ്മിക്കുക. ചണ്ഡീഗർ ഒരു സ്റ്റേറ്റ് അല്ല, അതെന്താണ്? യൂണിയൻ ടെറിട്ടറി ആണ്. ചണ്ഡീഗർ is a union territory. Government buildings like High Court, Legislative Assembly, etc. are there in Sector 1. Chandigarh is a garden. Chandigarh, there is a famous garden, that is Rock Garden. Here we can see people, animals, trees, etc. made with waste materials. Then Rose Garden in Chandigarh is the biggest in Asia. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗാർഡൻ ഏതാണ്? റോസ് ഗാർഡൻ ആണ്. ക്ലിയർ? മനസ്സിലായോ? ഇതൊന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് വായിച്ചു നോക്കിയട്ടെ. ഷാനെ വായിച്ച മോനെ, ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട്. Okay. ബെനീറ്റ വായിക്കുന്നുണ്ടോ? വായിച്ചു. അലൻ പി സാംസൺ വായിച്ചു. മുഹമ്മദ് കൈസ് വായിച്ചോ? നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് സിറ്റി ആണ് ഇത്, ലക്നൗ. നെക്സ്റ്റ് വൺ ലക്നൗ. അപ്പൊ നമ്മൾ ഏതൊക്കെ സിറ്റിയാ പഠിച്ചത്? ഡൽഹി പഠിച്ചു, മുംബൈ പഠിച്ചു, കൊൽക്കത്ത പഠിച്ചു, ചെന്നൈ പഠിച്ചു അല്ലെ? അതോടൊപ്പം ഈ ലെസണിൽ നമ്മൾ ചണ്ഡീഗഡ് 5 സിറ്റീസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? യെസ്. നെക്സ്റ്റ് വൺ ഈസ് ലക്നൗ. അടുത്തതാണ് ഇത് ലക്നൗ. നോക്ക്, ലക്നൗ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഉത്തർപ്രദേശ്. The city is situated on the banks of the river Gomadi. റിനു വായിച്ചു കഴിഞ്ഞില്ലേ മോളെ? ഓക്കെ, വായിക്കുന്ന പെട്ടെന്ന്. പെട്ടെന്ന്. ഓക്കെ, ബാക്കി അടുത്ത പിന്നെ വായിക്കാം മോളെ, ബാക്കി പിന്നെ വായിക്കാം. അപ്പൊ ലക്നൗ is the capital of Uttar Pradesh. The city is situated on the banks of the river Gomadi. Almost all the important offices of the state government are in Lucknow. അടുത്ത ഇമ്പോർട്ടന്റ് സിറ്റി ആണ് ലക്നൗ അല്ലെ? ലക്നൗ ഏതിന്റെ ക്യാപിറ്റലാ? Lucknow is the capital of Uttar Pradesh. ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് ഏത്? ലക്നൗ. Lucknow is the capital of Uttar Pradesh. Then Uttar Pradesh is situated on the banks of the river Gomadi. Gomadi നദീതീരത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ലക്നൗ നഗരം സ്ഥിതി ചെയ്യുന്നത്. Then almost all the important offices of the state government are in Lucknow. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരുപാട് ഓഫീസസ് എവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? എവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്? ലക്നൌവില് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ മിസ് പറയാം. Lucknow is the another important city.
Lucknow is the capital of Uttar Pradesh. Lucknow is the capital of Uttar Pradesh. Then this Lucknow is situated on the banks of river Gomadi. Gomadi എന്ന നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലക്നൗ നഗരം സ്ഥിതി ചെയ്യുന്നത്. അത് ഏതിന്റെ ക്യാപിറ്റൽ ആണ്? ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ആണ്. പിന്നെ ഗവൺമെന്റ് ഓഫീസേഴ്സ്, almost all important officers are working in Lucknow. Clear? മനസ്സിലായോ? മനസ്സിലായോ? അടുത്ത നോക്ക്, അടുത്ത പാരഗ്രാഫ്. The main industries of Lucknow include food, handicrafts, electrical goods. The chikan embroidery of Lucknow is popular all over the world. The Imambaras, the Residency, the Rumi Darwaza, the Clock Tower, the Shahid Smarak, and are places of tourist interest in Lucknow. ലക്നൌവിലെ ഇമ്പോർട്ടന്റ് ടൂറിസ്റ്റ് സെന്ററുകൾ പറയാണ്. ഇതാ മാത്രമല്ല അവിടുത്തെ ഫേമസ് ഇൻഡസ്ട്രീസ് എന്തൊക്കെയാ വ്യാപാരങ്ങൾ അവിടെ ഉള്ളത്? ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആണ് ഉള്ളത്? ഫുഡ് ഇൻഡസ്ട്രി, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി, ഇലക്ട്രിക്കൽ ഗുഡ്സ്. ദീസ് ആർ ദ ഇൻഡസ്ട്രീസ് ഇൻ ലക്നൗ. ലക്നൌവിലെ ഇൻഡസ്ട്രീസ് ആണ് ഫുഡ്, ഇലക്ട്രിക് ഗുഡ്സ്, ദെൻ ഹാൻഡിക്രാഫ്റ്റ്സ്. മാത്രല്ല ചിക്കാൻ എംബ്രോയിഡറി. ചിക്കാൻ എംബ്രോയിഡറി ഓഫ് ലക്നൗ ഇറ്റ് ഈസ് പോപ്പുലർ ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിലെ വളരെ പ്രശസ്തമായ ചിക്കാൻ എംബ്രോയിഡറി എവിടെയാണ്? ലക്നൌവിലാണ്. എന്താടാ? എന്താ ജെവിനെ? ചെന്നൈന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമില്ല. തരാം കേട്ടോ. അപ്പൊ ചിക്കാൻ എംബ്രോയിഡറി ഓഫ് ലക്നൗ ഈസ് പോപ്പുലർ ഓൾ ഓവർ ദ വേൾഡ്. ഇപ്പൊ ലോകത്തിലെ വളരെ പ്രശസ്തമാണ് ഇത് ചിക്കാൻ എംബ്രോയിഡറി. മാത്രല്ല റിലു പ്ലീസ് വെയിറ്റ് ദ. Then Imambaras, the Residency, Rumi Darwaza, the Clock Tower, and Shahid Smarak are places of tourist interest in Lucknow. ലക്നൌവിലെ ടൂറിസ്റ്റ് സെന്റേഴ്സ് ഏതൊക്കെയാ? പ്രശസ്തമായ ടൂറിസ്റ്റ് സെന്റേഴ്സ്, ടൂറിസ്റ്റ് പ്ലേസസ് ഏതൊക്കെയാണ്? ഇമാംബറാസ്, പിന്നെ ദ റെസിഡൻസി, റുമി ദർവാസ, ക്ലോക്ക് ടവർ, ഷഹീദ് സ്മാരക്. ഇതൊക്കെയാണ് എവിടെ കാണാൻ പറ്റുക? ലക്നൌവിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റുക അല്ലെ? ഇതൊക്കെ ഇമ്പോർട്ടന്റ് പ്ലേസസ് ആണ്. എന്താ അറിയില്ലു പറഞ്ഞോ? മിസ്സേ ചെന്നൈന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് ക്ലാസ്സിൽ തന്നെ എഴുതിപ്പിച്ചിരുന്നു. അത് ശരി, ഞാനതോ ജെവിനെ നോട്ടൊക്കെ തന്നതാണ്. ഒരു കാര്യം ചെയ്യാറില്ലു, അന്ന് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കണേ. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പിൽ ഇടാം. നോക്കി ജെവിനെ എഴുതുക കേട്ടോ. ജെവിനെ ഓക്കെ. അപ്പൊ നമ്മൾ ലക്നൌവിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? ലക്നൗ is the capital of Uttar Pradesh. It is situated on the banks of river Gomadi. പിന്നെ industries are food, handicrafts, electric goods. പിന്നെ chikan embroidery is famous all over the world. Important places, tourist places are Imambaras, the residency, Rumi Darwaza, Clock Tower, Shahid Smarak. ഒരുപാട് പ്രാവശ്യം വായിക്കണം, അപ്പൊ മാത്രമേ ഓർമ്മ കിട്ടുള്ളൂ കേട്ടോ. അടുത്ത പാരഗ്രാഫ്. The main shopping centers of Lucknow are Aminabad and Hasra. വായിച്ചോ? Hasrat Ganj. എന്താ വായിക്കാം? Hasrat Ganj. The important festivals celebrated in Lucknow are Diwali, Holi, Eid, Muharram, Christmas. ഒന്നുകൂടെ പറയാം. ഷോപ്പിംഗ് സെന്റേഴ്സ് ആർ ദർ ഇൻ ലക്നൗ. ഏതൊക്കെയാ ഷോപ്പിംഗ് സെന്റേഴ്സ്? ആമിനാബാദ് ആൻഡ് ഹസ്രത്ത് ഗഞ്ച്. ആമിനാബാദ് ആൻഡ് ഹസ്രത്ത് ഗഞ്ച് ആർ ദ ഷോപ്പിംഗ് സെന്റേഴ്സ് ഇൻ ലക്നൗ. ലക്നൌവിലെ രണ്ട് ഷോപ്പിംഗ് സെന്ററുകളാണ് ഏതൊക്കെ? ആമിനാബാദും ഹസ്രത്ത് ഗഞ്ചും. അതുപോലെ തന്നെ ലക്നൌവിൽ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസ് ആണ് ഏതൊക്കെ?
Holi, Eid, Muharram, Diwali, Christmas. These are the festivals celebrated in Lucknow. ഇന്നെടുത്ത കാര്യം ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ശ്രദ്ധിക്കാം. നമ്മൾ പറഞ്ഞത് നമ്മൾ ഓൾറെഡി ഡൽഹി, മുംബൈ, കൊൽക്കത്ത ആൻഡ് ചെന്നൈ are already we learned in previous lesson. Then in this lesson we will study about another big city. First one, Chandigarh. Chandigarh is a union territory, not a state. It is also the capital of Punjab and Haryana. This Chandigarh is a well-planned city, and this is planned by French architect named Le Corbusier. Then the city Chandigarh divided into sectors. Legislative and Assembly and High Court are the government buildings. Government buildings situated in sector 1. Then Chandigarh, there is a garden called Rock Garden. Then when we go there, we can see trees, colorful trees, people, then animals which are made with waste materials. Then whole garden was created by Nixon. Then next one is Lucknow. Lucknow is the capital of Uttar Pradesh. Uttar Pradesh and Lucknow is the capital of Uttar Pradesh. Then Lucknow is situated on the banks of river Gomadi. Gomadi നദി തീരത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ലക്നൗ നഗരം സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫുഡ്, ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഗുഡ്സ് ആണ്. പിന്നെ ചിക്കാൻ എംബ്രോയിഡറി is a famous embroidery in the world. Then tourist places, important tourist places are Imambaras, the Residency, Rumi Darwaza, Shahid Smarak. These are the important tourist places in Lucknow. Then two shopping centers are there, Aminabad and Hasratganj. Hasratganj and Aminabad are the two important shopping centers. Then important festivals are there in Lucknow are Diwali, Holi, Eid, Muharram and Christmas. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ആരാ ഒന്ന് ഒച്ചത്തിൽ വായിക്കാം? ഞാൻ പറയാം ആരാ വായിക്കാം. മുഹമ്മദ് ഷാൻ ഒന്ന് വായിച്ചേ മോനെ. ഷാനെ അൺമ്യൂട്ട് ചെയ്തേ. മിസ് ആദ്യം മുതലെയാ? ഫസ്റ്റ് മുതലേ. Lesson 8, some important cities. Some important cities. Apart from Delhi, Mumbai, Kolkata and China, Chennai. Delhi, Mumbai, Kolkata and Chennai. There are many other big other big cities in our country. Let us read about some of them. Chandigarh is a union territory. It is also the capital of Punjab and Haryana. Chandigarh is a well-planned, clean and
modern city. Clean and modern city. It was. The city is divided into It was planned by French architect Le Corbusier. അത് വായിച്ചോ? അതിനുശേഷം the city is divided. വായിക്കുമോനെ? The city is divided into sectors. The city is divided into sectors. Building like the legislative assembly, legislative മോനെ ഒന്നുകൂടെ legislative assembly, legislative assembly, and the high court are in sector 1. Are in sector 1. Factories which cause pollution are built outside the city. In Chandigarh, there is a garden called the rock garden. Okay, മോനെ കുറെ പ്രാവശ്യം വീട്ടിൽ നിന്ന് വായിക്കാട്ടെ. അമ്മയുടെ അടുത്തിരുന്ന് അല്ല അച്ഛൻ്റെ അടുത്തിരുന്ന് ഒരുപാട് പ്രാവശ്യം ടെക്സ്റ്റ് വായിക്കണേ. കുറെ പ്രാവശ്യം വായിക്കാം. ഒരു 3-4 പ്രാവശ്യം ടെക്സ്റ്റ് വായിക്കുക. നന്നായി അടുപ്പിച്ച് വായിക്കുമ്പോഴേ നമുക്ക് സ്പീഡിൽ വായിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ എഡ്വിനെ ഒന്ന് വായിച്ച. എഡ്വിൻ, ഞാൻ എന്തിനാ ക്യാമറ ഓഫ് ചെയ്തെന്ന് അറിയോ നിങ്ങൾക്ക്? ഞാൻ ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ പണിയെടുക്കുന്നത് എനിക്ക് അറിയണല്ലോ. അതുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്താ. Here you will see colorful trees, houses, people, and animals made from waste materials. The wall garden was created by Nek Chand. The rose garden in Chandigarh. Range illa? Okay, Salna, you can read. The Rose Garden Chandigarh is the biggest in Asia. It has more than 1,000 varieties of roses. This helps to keep the smoke and dust away from the city. Chandigarh, with its trees, flowers, and Sukna Lake is a beautiful. Sukna Lake is a beautiful city. Okay. Please stop there. നമ്മുടെ ടൈം കഴിയാനായി. അതിന് മുമ്പ് എല്ലാവരോടും ഒരു കാര്യം പറയാം. ടെക്സ്റ്റ് നന്നായി വായിക്കാം. ഈ ടെക്സ്റ്റ് ഞാൻ എടുത്ത ഇത്രയും ലക്നൗ തീരുന്നത് വരെ വായിച്ചിട്ടുണ്ട്. ലക്നൗ വരെ, അതായത് നമ്മുടെ ചണ്ഡീഗഡ് ആൻഡ് ലക്നൗ, ഇത് രണ്ടും ഈ 2 സിറ്റീസിനെ കുറിച്ച് വായിച്ച് എനിക്ക് ഓഡിയോ അയച്ചു തരണം. മനസ്സിലായോ? ഓഡിയോ സെൻഡ് ചെയ്യാത്തവർക്ക് ഇന്ന് ഞാൻ ആബ്സെന്റ് ഇടുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിന് അറ്റൻഡൻസ് തരില്ല, ആബ്സെന്റ് ഇടും. അതുകൊണ്ട് എല്ലാവരും വായിച്ച് ഓഡിയോ സെൻഡ് ചെയ്യാം. ആരാധ്യ കുട്ടി കണ്ട, ആരാധ്യ ഡെയിലി എന്ത് ചെയ്യുന്നറിയോ? രാവിലെയും വൈകുന്നേരം വായിച്ചിട്ട് എനിക്ക് റെക്കോർഡ് അയച്ചു തരാറുണ്ട്. നിങ്ങൾ ആരും ചെയ്യാറില്ലല്ലോ.
ആരത് ഡെയിലി ഓരോ ടെക്സ്റ്റ് വായിക്കുമ്പോഴും അതിന്റെ റെക്കോർഡ് എനിക്ക് എല്ലാ ദിവസവും സെൻഡ് ചെയ്ത് തരാറുണ്ട്. നിങ്ങൾ ആരും ചെയ്ത് തരില്ലല്ലോ. ഇപ്പൊ എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളാണെന്ന് മിസ്സിന് അറിയാം. ഐ നോ യു ആർ ഗുഡ് അല്ലേ? മൈ സ്റ്റുഡൻസ് ആർ ഓൾ ഗുഡ്. ഐ നോ ദാറ്റ്. ഇപ്പൊ എന്ത് ചെയ്യണം നിങ്ങള്? ഓൾ ഓഫ് യു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് ഡെയിലി. എനി ടെക്സ്റ്റ് ബുക്ക്. ദെൻ സോഷ്യൽ തന്നെ ആണെന്നില്ല, ഇംഗ്ലീഷോ മലയാളം അതുപോലെ ഹിന്ദി ഒക്കെ എല്ലാ ടെക്സ്റ്റും നന്നായി വായിക്കുക. വായിക്കുന്ന കാര്യം എന്ത് ചെയ്യുക? ഓഡിയോ മിസ്സിന് സെൻഡ് ചെയ്ത് തരിക. കേട്ടില്ലേ? ഇപ്പൊ സോഷ്യലിന്റെ ടെക്സ്റ്റ് 2 പ്രാവശ്യം മസ്റ്റ് ആയി വായിക്കണം. അതിന്റെ ഒരു പ്രാവശ്യം വായിക്കുന്നതിന്റെ ഓഡിയോ മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ ഓക്കെ മക്കളെ, ബൈ ബൈ, സി യു, ബൈ ബൈ.